തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി എൻ ജോയിയെ ഒരു ദിവസം മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യം നിറഞ്ഞ് തോടിൻ്റെ ടണൽ അടഞ്ഞതാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി നിൽക്കുന്നത്. റോബോട്ടിക് സാങ്കേതിക സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടും ഫലം കണ്ടില്ല എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പകലും രാത്രിയും തുടർന്ന തെരച്ചിൽ. പക്ഷേ ആമയിഴഞ്ചാൻ തോടിന്റെ ടണലിൽ ഒഴുക്കിൽപ്പെട്ടയാളെ ഇതുവരെയും കണ്ടെത്താനായില്ല. ഇന്നലെ രാവിലെ 10 മണി പെരുമഴയത്ത കരാർ ജീവനക്കാരനായ മാരായമുട്ടം സ്വദേശി ജോയ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഭൂമിയിലുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയത് മാലിന്യം നീക്കാൻ. വെള്ളത്തിന് മുകളിൽ കൂന കൂടിക്കിടന്ന മാലിന്യം, കൂടാതെ ശക്തമായ മഴയിൽ അടിയൊഴുക്കും. അപ്രതീക്ഷിതമായി ജോയ് വെള്ളത്തിലേക്ക് നിലതെറ്റി വീഴുന്നു. പിന്നെ ജോയിയെ ആരും കണ്ടിട്ടില്ല. വളരെ പെട്ടെന്ന് ഹൗസിംഗ് ബോർഡിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നു. പിന്നാലെ മുങ്ങൽ വിദഗ്ധരും. ഉടൻ തന്നെ മാലിന്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി ഫയർഫോഴ്സിന്റെ തെരച്ചിൽ. പക്ഷേ വളരെ പെട്ടെന്ന് തിരികെ കയറേണ്ടി വന്നു. മാലിന്യക്കൂമ്പാരം നീക്കാതെ തെരച്ചിൽ നടത്താനാവില്ലെന്ന് ഫയർഫോഴ്സ് അധികൃതരെ അറിയിച്ചു. എന്നിട്ടും ജോയ് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് താഴെ കൂടി പോകുന്ന ടണലിൽ കയറി തിരച്ചിൽ നടത്താൻ നീക്കം. എന്നാൽ അതും ഫലം കണ്ടില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാൻ ശ്രമം ആരംഭിച്ചു. ടണലിന് മുൻഭാഗത്തെ മാലിന്യം നീക്കാൻ പലവിധത്തിൽ ശ്രമം. വലിയ വല ഉപയോഗിച്ച മാലിന്യം എടുത്തു നീക്കാനുള്ള തിരക്കിട്ട നീക്കം. അതേസമയം തന്നെ പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ സ്ലാബുകൾ ഇളക്കിയും ഇറങ്ങാൻ ശ്രമം. പക്ഷേ അതിൽ രണ്ടിലും തിരിച്ചടി. തോടിനുകരയിൽ സ്ഥിരമായി സ്ഥാപിച്ചിരുന്ന ഇരുമ്പിന്റെ കൈവരികൾ തകർത്തു. JCB എത്തിച്ച മാലിന്യം നീക്കുകയായിരുന്നു ലക്ഷ്യം. അരമണിക്കൂറിനുള്ളിൽ JCB എത്തി മാലിന്യം നീക്കി തുടങ്ങി. മാലിന്യം കുറച്ചെങ്കിലും നീക്കിയതിനു പിന്നാലെ പലതവണ ടണലിനുള്ളിൽ കയറി തെരച്ചിൽ നടത്താനുള്ള ശ്രമം. ഒടുവിൽ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സ്കൂബ ടീം ടണലിന്റെ 40 മീറ്ററിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തിരച്ചിലിന് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനം. ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക് ടീം അപകട സ്ഥലത്തെത്തി. പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച തെരച്ചിൽ. ടണലിന്റെ പ്രധാന ഭാഗത്തും ശ്രമിച്ചു. ജോയിയെ കണ്ടെത്താനായില്ല. തലസ്ഥാനത്ത് ഭരണസിര കേന്ദ്രത്തിന് മൂക്കിന് താഴെയാണ് അപകടമെന്നോർക്കണം. ഒരു പകലും രാത്രിയും തിരഞ്ഞിട്ടും ടണലിൽപ്പെട്ട ആളെ കണ്ടെത്താനായില്ല. കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം പഴിക്കുകയാണ്. പക്ഷേ മാലിന്യം നീക്കാതെ സകലതും അനുഭവിക്കുന്നത് സാധാരണക്കാർ. 24 തിരുവനന്തപുരം.